പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവനാമത്തിൽ പാപമോ എന്നതിനെ കുറിച്ചാണ്. എഫേസസ് ലേഖനം 5-ാം അധ്യായം 3-ാം തിരുലിഖിതം, വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നിങ്ങൾ വർത്തിക്കുവിൻ. വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നിങ്ങൾ വർത്തിക്കുവിൻ, നിങ്ങൾ പെരുമാറുവിൻ, നിങ്ങൾ ജീവിക്കുവിൻ. പരിശുദ്ധാത്മാവ് ശ്രീഹായിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇതാ നമ്മിൽ അനേകം വ്യക്തികളിൽ ദൈവം ഒരുപാട് നാള് ശ്രമിച്ചു, എന്നാൽ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാത്തതിൻ്റെ വേദന ദൈവം വെളിപ്പെടുത്തുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ അതിൽ 13-ാമത്തെ തിരുലിഖിതം, ഞാൻ നിന്റെ മലിനതകളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു, എന്നാൽ നിന്റെ മലിനതകളിൽ നിന്ന് നീ ശുദ്ധയായില്ല. എൻ്റെ ക്രോധം നിന്റെ മേൽ പ്രയോഗിച്ച് തുടങ്ങുന്നത് വരെ ഇനി നീ ശുദ്ധയാവുകയില്ല. ദൈവമേ, അവിടുന്ന് ഒരുപാട് നാളുകളായി വചനം നൽകി വിവിധ ജീവിത തകർച്ചകളിലൂടെ ദൈവിക ഇടപെടലുകളിലൂടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ അവിടുന്ന് ഇടപെട്ടു. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ കർത്താവേ. മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരദൂഷണക്കാർ വീണ്ടും പരദൂഷണത്തിൽ മുഴുകുന്നു. കാപട്യക്കാർ വീണ്ടും കാപട്യത്തിൽ മുഴുകുന്നു. അശുദ്ധിയിൽ വ്യാപരിച്ചിരുന്നവർ ഇപ്പോഴും പന്നി ചെളിക്കുണ്ടിൽ വീണ് ഉരുളുന്നത് പോലെ അശുദ്ധിയിൽ പൂണ്ട് കിടക്കുകയാണ്. ദൈവം വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്തുന്നു, നിന്റെ മലിനതകളിൽ നിന്ന് നിന്നെ ശുദ്ധീകരിക്കാൻ ഞാൻ ശ്രമിച്ചു,
എന്നാൽ മലിനതകളിൽ നിന്ന് നീ ശുദ്ധയായില്ല. എൻ്റെ ക്രോധം നിന്റെ മേൽ പ്രയോഗിച്ചു തുടങ്ങുന്നത് വരെ ഇനി നീ ശുദ്ധയാവുകയില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കാഠിന്യത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ പതിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപം വിട്ടുപേക്ഷിക്കാൻ, വലിച്ചെറിയാൻ അനുഗ്രഹിക്കണമേ. പാപത്തിലും തിന്മയിലും സുഖലോലുപതയിലും പലതരത്തിലുള്ള ജഡിക അരാജകത്വത്തിലും ഞങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ കോട്ടകളെയും ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വലിച്ചെറിയുന്നു. വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം അഗ്നി പോലെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഫേസസ് ലേഖനത്തിൽ 5-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നിങ്ങൾ വർത്തിക്കുവിൻ, വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നിങ്ങൾ വർത്തിക്കുവിൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിക്കുന്നു, വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി മാറും. വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി മാറും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വലിയൊരു വേദനയുണ്ട്. ദൈവം വിളിച്ചു വേർതിരിച്ചവർ, ദൈവം തൻ്റെ സ്വന്തം ജനമായി തൻ്റെ നാമം നൽകി വ്യത്യാസപ്പെടുത്തിയവർ, അവർ ദൈവത്തിൻ്റെ ജനമാണെങ്കിലും, അവർ ദൈവത്തിൻ്റെ ഭവനമാണെങ്കിലും, അവർ ദൈവത്തിൻ്റെ വിശിഷ്ട ഓഹരിയാണെങ്കിലും അവർ പാപത്തിന് കുടപിടിക്കുന്നു. ഹല്ലേലൂയ. അവർ പാപത്തിന് കുടപിടിക്കുന്നു. ഇത് ദൈവം ഒട്ടും പൊറുക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 2-ാമത്തെ അധ്യായത്തിൽ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള തിരുലിഖിതങ്ങൾ. തിയത്തീറായിലെ സഭയുടെ ദൂതന് എഴുതുക, അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ അരുളി ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാനത്തെ പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. ദൈവത്തിൻ്റെ ദൂതൻ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 7 സഭകളുടെ ദൂതന് എഴുതുന്ന ദൂതുകൾ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 2-ാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങളിൽ തിയത്തീറ എന്ന പ്രദേശത്തുള്ള സഭയ്ക്കുള്ള ദൂതന് എഴുതാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്, ദൂതുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. തിയത്തീറായിലെ സഭയുടെ ദൂതന് എഴുതുക. എന്നിട്ട് ദൈവസുതൻ, എന്താ ദൈവസുതന്റെ പ്രത്യേകത? അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ ആ സഭയെക്കുറിച്ച് പറയുകയാണ്, നിനക്കെതിരെ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. നിനക്ക് പല മെച്ചങ്ങളുമുണ്ട്, നിനക്ക് പല നന്മകളുമുണ്ട്, പക്ഷേ ഒരു കാര്യം നിനക്കെതിരെ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താണത്? അതാണ് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. പ്രവാചിക എന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. പ്രവാചിക എന്ന് വിളിക്കപ്പെടുകയും, പ്രവാചിക എന്നാൽ ദൈവത്തിൻ്റെ ദൂത് കൊടുക്കുന്നവൾ, ദൈവത്തിൻ്റെ സ്വരം അറിയിക്കുന്നവൾ, ദൈവത്തിൻ്റെ പ്രതിനിധി, ദൈവത്തിൻ്റെ ആൾ എന്ന് അറിയപ്പെടുകയും, എന്നാൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും എൻ്റെ ദാസന്മാരെ വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീ അവിടെയുണ്ട്. അവളോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. എന്താ ഈ സ്ത്രീയുടെ പ്രത്യേകത? ഈ ജസബൽ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവത്തെ സൂചിപ്പിക്കുകയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ദൈവ വേലക്കാരെ സൂചിപ്പിക്കുകയാണ്.
ദൈവത്തിൻ്റെ പ്രവാചിക, ദൈവത്തിന് ദൂത് അറിയിക്കുന്നവൾ, ദൈവത്തിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നവൾ, ദൈവത്തിൻ്റെ മെസ്സേജ് പറയുന്നവൾ, ദൈവത്തിൻ്റെ നാമത്തിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രവാചിക എന്താണ് ചെയ്യുന്നത്? ദൈവമക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയല്ല അവൾ ചെയ്യുന്നത്. അവൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും എൻ്റെ ദാസന്മാരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നവൾ. വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച് ഭക്ഷിക്കാനും എൻ്റെ ദാസന്മാരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നവൾ. അങ്ങനെയുള്ള വ്യക്തിയോട് ദൈവം ഒട്ടും മയമില്ലാത്തൊരു നിലപാടാണ് എടുക്കുന്നതെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 1-ാം പ്രമാണ ലംഘനത്തിനും 6-ാം പ്രമാണ ലംഘനത്തിനും ദൈവനാമത്തിൽ വന്നിട്ട് ദൈവമക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇതാ ഈ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം ലംഘിക്കാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ആളുകൾ ദൈവമക്കളെ ഉപദേശിക്കുന്നുവോ? ഇങ്ങനെ ഒരു രംഗം ബൈബിളിൽ നമുക്ക് ബാലാമിന്റെ ജീവിതത്തോടനുബന്ധിച്ച് കാണാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം മുതൽ ബാലാമിന്റെ ചരിത്രമുണ്ട്. പ്രവാചകനായ ബാലാം തുച്ഛമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി 1-ാം പ്രമാണ ലംഘനത്തിനും 6-ാം പ്രമാണ ലംഘനത്തിനും ദൈവനെ തള്ളിയിടാൻ ചില ദുരുപദേശം, ഇടർച്ചവകൻ ദുരുപദേശം ബാലാക്ക് രാജാവിന് നൽകുകയും അതിനെ തുടർന്ന് ബാലാക്ക് രാജാവ് അത് പ്രാബല്യത്തിൽ വരുത്തി താഴ്വരയിൽ വെച്ച് ദൈവജനം കൂട്ടം കൂട്ടമായി അന്യദൈവ ആരാധനയ്ക്കും വിഗ്രഹാരാധനയ്ക്കും വ്യഭിചാരത്തിനും അടിമപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. പ്രവാചിക എന്ന് വിളിക്കപ്പെടുന്നു, ദൈവത്തിന്റെ സന്ദേശം കൊടുക്കുന്നവൾ എന്ന് അറിയപ്പെടുന്നു, ദൈവത്തിന്റെ ആളെന്ന് അറിയപ്പെടുന്നു, ദൈവത്തിന് വഴി കാണിക്കുന്നവളെന്ന് അറിയപ്പെടുന്നു. പക്ഷേ അവൾ ചെയ്യുന്നത് എന്താണ്? ദൈവത്തിന്റെ ഇടം വലം തിരിച്ചറിവില്ലാത്ത മക്കളെ വ്യഭിചാരം ചെയ്യാനും വിഗ്രഹാർപ്പിത വസ്തുക്കൾ ഭക്ഷിക്കാനും അവൾ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുടർന്ന് നമ്മൾ കാണുന്ന വചനം 22-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്. തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കാത്തതിനാൽ ഇതാ ഞാൻ അവളെ രോഗശയിൽ തള്ളിയിടുന്നു. അവളുമായുള്ള വീഴ്ചയെ പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കങ്ങളിലേക്ക് ഞാൻ വലിച്ചെറിയും. അവളുടെ മക്കളെ മരണം കൊണ്ട് ഞാൻ ശിക്ഷിക്കും. ദൈവം ഒരു മയമുള്ള നിലപാട് എടുക്കുന്നതല്ല ഇവിടെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തിച്ചു നോക്കണം. ഒരു കാറ്റഗിസം അധ്യാപകൻ എന്ന നിലയിൽ, ഒരു കാറ്റഗിസം അധ്യാപക എന്ന നിലയിൽ നീ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവളാണ്, നീ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവനാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ ഇടം വലം തിരിച്ചറിവില്ലാത്ത മക്കളെ നീ എന്താ പഠിപ്പിക്കുന്നത്? നിരീശ്വര ചിന്തയോ, ദൈവനിഷേധമോ, യുക്തിവാദമോ? ഈ ലോകത്തിൽ അല്പസ്വല്പം തെറ്റൊന്നും ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ലഘൂകരിച്ച ഒരു മായം കലർത്തിയ ദുരുപദേശമോ, സാപത്ത് ലംഘനത്തിന് സാരമില്ലെന്നുള്ള ഒരു ദുരുപദേശമോ? ഒരു കുടുംബത്തിലെ അപ്പൻ എന്ന നിലയിൽ, ഒരു കുടുംബത്തിലെ അമ്മ എന്ന നിലയിൽ മക്കൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് മക്കളെ എന്താ പഠിപ്പിക്കുന്നത്? ഇത്തിരിയൊക്കെ മദ്യപിച്ചാലും കുഴപ്പമില്ലെന്നോ, ഇത്തിരിയൊക്കെ നുണ പറഞ്ഞാലും കുഴപ്പമില്ലെന്നോ, ഇത്തിരിയൊക്കെ കൈക്കൂലി കൊടുത്താലും കുഴപ്പമില്ലെന്നോ, ഇത്തിരിയൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയാലും സാരമില്ലെന്നോ, ഒരു ഞായറാഴ്ച ദേവാലയത്തിൽ നിന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ലെന്നോ, വൈദികരെയും സമർപ്പിതരെയും നിന്ദിച്ചാലൊന്നും സാരമില്ലെന്നോ? നിങ്ങളുടെ ജീവിതം കൊണ്ടും നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നും മക്കളെ എന്ത് തരത്തിലുള്ള ജീവിത രീതിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഒരു സഭയുടെ നേതാവ് എന്ന നിലയിൽ, ഒരു സഭയുടെ അധിപൻ എന്ന നിലയിൽ, സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, സഭയിലെ ഒരു പ്രബോധകൻ എന്ന നിലയിൽ ദൈവത്തിന്റെ ജനത്തിന് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ദൈവത്തിന്റെ ജനത്തിന് കൊടുക്കുന്ന മാതൃക എന്താണ്? ദൈവത്തിന്റെ ജനം നിങ്ങളിൽ നിന്ന് എന്താണ് കണ്ടുപഠിക്കുന്നത്? പാപത്തോട് മയമുള്ളൊരു നിലപാടോ, പാപത്തോട് സഹിഷ്ണുതയുള്ള നിലപാടോ, പ്രമാണ ലംഘനങ്ങൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ദൈവപ്രബോധനമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഇത് അംഗീകരിക്കുന്നില്ല. ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഇതിന്റെ മേൽ അംഗീകാരമുദ്ര വെച്ചിട്ടില്ല. ഞാനും നിങ്ങളും എടുക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പാപത്തിൽ നിന്ന് ഓടിയകലണം, സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലാൻ ദൈവത്തിന്റെ മക്കളെ പഠിപ്പിക്കണം.
പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം അതിൽ 1-2 തിരുലിഖിതങ്ങൾ. സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലണം. ഒരു സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലാൻ ദൈവത്തിന് മക്കളെ പഠിപ്പിക്കണം. ഒരു കാറ്റഗിസം ടീച്ചർ എന്ന നിലയിൽ, ഒരു കൈക്കാരൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ ജനം സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നിന്ന് ഓടിയകലാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവം, പാപത്തോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുന്ന, പാപത്തോട് കൂട്ടുകെട്ട് വെട്ടുന്ന ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമകളായി അവർ രൂപാന്തരപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു നിലപാടാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിലപാടെടുത്ത ഒരു കുടുംബനാഥയെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്. ആ കുടുംബത്തിലുള്ള സംഭവം ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ബാംഗ്ലൂർ ദേശത്ത് പഠിക്കുന്ന 3-4 യുവാക്കന്മാർ ചേർന്ന് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ച് അവിടെ ജോലി ചെയ്യുകയോ പഠിക്കുകയോ എന്തോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യുവാക്കന്മാർ ചേർന്ന് ഒരു തീരുമാനം എടുത്തു. അവർ ചേർന്ന് പണം സ്വരൂപിച്ച് അവർ ചേർന്ന് ഒരു പെൺകുട്ടിയെ വാടകയ്ക്ക് വിളിച്ച് ആ വീട്ടിൽ കൊണ്ടുവന്ന് വ്യഭിചാരം ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഏർപ്പാടാക്കി. പെൺകുട്ടി വന്നു. അങ്ങനെ പലതരത്തിലുള്ള അശ്ലീലത്തിലും പാപത്തിലും വൃത്തികേടുകളിലും അവർ മുഴുകി. ആ വീട്ടിൽ ആ 3-4 ചെറുപ്പക്കാരൊഴിച്ച് ബാക്കി ആരുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കന്മാർ ഇത് അറിയുന്നില്ല, സ്വന്തം ജനങ്ങൾ ഇത് അറിയുന്നില്ല. വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ ബാംഗ്ലൂർ അവരൊറ്റയ്ക്ക് നടക്കുന്ന സമയത്ത്, അവരൊറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. എന്തായാലും ശരി, ആ പാപം മുറുകുന്ന സമയത്ത്, പാപം പെരുകുന്ന സമയത്ത് ഇതാ അതിലൊരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇല്ല, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തരാം, പക്ഷെ ഞാൻ അശുദ്ധ പാപത്തിന് വരികയില്ല, ഞാൻ ഈ ജഡിക പാപത്തിന് ഞാൻ വരികയില്ല, ഞാനിത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ആ പാപത്തിന് കൂട്ടുചേരാതെ അവൻ മാറി നിന്നു. അവൻ ആദ്യം അവർ 3 പേര് ഒന്നിച്ച് പറഞ്ഞ് പൈസയൊക്കെ ഒന്നിച്ച് കോമൺ ആയിട്ട് എടുത്തിട്ടാണ് പെൺകുട്ടിയെ വിളിച്ചതെങ്കിലും ഇതാ ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പണമല്ല ഇവിടെ പ്രശ്നം, ഞാൻ പാപം ചെയ്യില്ല. അവൻ മാറി നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെൺകുട്ടിയെ അവരവിടെ നിന്ന് താമസിപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഈ പാപം ചെയ്യാത്ത ഈ ചെറുപ്പക്കാരൻ, അവർ 10-25 വയസ്സ് പ്രായമുണ്ട്, അവൻ കുളിച്ച് അവൻ കുളിമുറിയിൽ നിന്ന് അവൻ തോർത്ത് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരിക. കുളിച്ചതിന് ശേഷം കുളിമുറിയിൽ നിന്ന് തോർത്ത് മാത്രം എടുത്ത് അവനിതാ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ പെൺകുട്ടി അവിടെയുണ്ട്. ഈ പെൺകുട്ടി അവനെ കയറി പിടിച്ച് നിനക്ക് പാപം ചെയ്ത എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് അവനെ പിടിവലി ആരംഭിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ 2 കൈയും കൊണ്ട് തോർത്ത് മുറുകെ പിടിച്ചിട്ട് അവൻ ഒച്ച വെച്ച് അവൻ കൂട്ടുകാരെല്ലാം വിളിച്ച് ആ 2 കൂട്ടുകാർ ഓടി വന്ന് ആ പെൺകുട്ടിയെ ശാസിച്ച്, ആ പെൺകുട്ടിയെ ചീത്ത പറഞ്ഞ്, ആ പെൺകുട്ടിയോട് പറഞ്ഞ് നിനക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തന്നാലേ അവൻ ഇഷ്ടമല്ലെങ്കിൽ അവനെ പാപത്തിന് നിർബന്ധിക്കണ്ട എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ അവിടെ നിന്ന് മാറ്റിച്ച് അതിനുശേഷം ആ ചെറുപ്പക്കാരനെ വിടുവിച്ച് വിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ ഈ സംഭവം പറഞ്ഞ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയും ഈ സംഭവം പറഞ്ഞ് ആ അനുഭവത്തിലൂടെ കടന്നുപോയ സംഭവം പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ മാതാപിതാക്കളോ സ്വന്തക്കാരോ ആരും അറിയാത്ത വിധത്തിലുള്ള സാഹചര്യത്തിൽ നീ മാത്രം എന്തുകൊണ്ടാണ് ആ പാപത്തിൽ പെടാതെ നീ പിടിച്ചു നിന്നത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, ഞാൻ ആ പാപ സാഹചര്യത്തിലൂടെ കടന്ന് ആ സംഭവം ഉണ്ടാകുന്ന സമയത്ത് പാപം ചെയ്യാൻ വേണ്ടി അവരോട് കൂടെ കൂട്ടുചേർന്ന് ഞാനും മുമ്പോട്ട് പോയതാ, ഞാനും പണം കൊടുത്തതാ. എന്നാൽ പാപത്തിൻ്റെ സമയം വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ കൊന്ത ഉരുട്ടുന്ന ആ രംഗമാണ് എൻ്റെ കണ്ണിൽ തെളിഞ്ഞത്. എൻ്റെ അമ്മ വീട്ടിലിരുന്ന് എനിക്ക് വേണ്ടി കൊന്ത ഉരുട്ടി പ്രാർത്ഥിച്ചു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ കൊന്ത ഉരുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന രംഗമാണ് എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു കണ്ടത്. പിന്നെ എനിക്ക് പാപം ചെയ്യാൻ പറ്റിയില്ല. ആ കുട്ടി നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, എൻ്റെ മോൻ വിദൂരത്താണെങ്കിലും എൻ്റെ കണ്ണിൽ നിന്ന് കാണാമറയത്താണ് ഇരിക്കുന്നതെങ്കിലും എൻ്റെ മോന് ഒരു പാപവും ഒരു തിന്മയും സംഭവിക്കരുത്, അവനൊരു പാപത്തിലും വീഴരുത് എന്ന് നിർബന്ധം ഉണ്ടായിരുന്ന അമ്മ മോൻ വിദൂരത്ത് പഠിക്കാൻ പോയപ്പോഴും വീട്ടിലിരുന്ന് മോൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ, മോൻ വിശുദ്ധി വളർന്നു വരാൻ വേണ്ടി മോന് വേണ്ടി കൊന്ത ചെല്ലുകയും മുട്ടുകുത്തുകയും കൈകൾ വിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരമ്മ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതാ വിദൂരത്ത് പാപത്തിന് നടിയിലായിരുന്നിട്ടും ആ മകൻ പാപം ചെയ്യാതെ സർപ്പത്തിൽ എന്ന പോലെ പാപത്തിന് ഓടിയകലുന്ന ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരപ്പൻ നിലയിൽ ഒരമ്മ നിലയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ നിലപാട് മക്കളുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. ഒരു കാറ്റഗിസം ടീച്ചർ എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ നിലപാട് നിങ്ങളെ ഏൽപ്പിക്കുന്ന ആ പിഞ്ച് കുഞ്ഞുങ്ങളുടെ മോറൽ ലൈഫിനെ ബാധിക്കും.
നിങ്ങളുടെ ഒരു സഭയുടെ തലവൻ എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിന്റെ നിലപാട് നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങളുടെ ആ മാനസിക അവസ്ഥയെ, അവരുടെ വിശുദ്ധിയെ ബാധിക്കുന്ന ഒരു ഘടകമാണത്. പാപത്തോട് സന്ധിയില്ലാത്ത വിധം, പാപത്തോട് ഒരു കൂട്ടുകെട്ടുമില്ലാത്ത വിധം, പാപത്തിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതത്തിന് ഉടമയാണോ, ഒരു ജീവിതത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയമാണോ എൻ്റെ നിങ്ങളുടെ ഹൃദയം? ഇത് ദൈവം സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ദൈവം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധിയിലേക്ക് ദൈവം ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ വിശുദ്ധർക്ക് യോഗ്യമായ വിധം വർത്തിക്കണം, നിങ്ങൾ വിശുദ്ധർക്ക് യോഗ്യമായ വിധം ചിന്തിക്കണം, നിങ്ങൾ വിശുദ്ധർക്ക് യോഗ്യമായ വിധം പെരുമാറണം, നിങ്ങൾ വിശുദ്ധർക്ക് യോഗ്യമായ വിധം നിലപാടെടുക്കണം, നിങ്ങൾ വിശുദ്ധർക്ക് യോഗ്യമായ വിധം പഠിപ്പിക്കണം. ഇത്തിരി മദ്യപാനായാലും കുഴപ്പമില്ല, ഇത്തിരി ഞായറാഴ്ച അതും ചെയ്താലും കുഴപ്പമില്ല, ഇത്തിരി സാപത്ത് ലംഘിച്ചാലും കുഴപ്പമില്ല, ഇതിന് പ്രാർത്ഥന ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ലോകാൽ എങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെ പാപത്തോട് ലൂസായ ഒരു മനോഭാവം, പാപത്തോട് മയമുള്ളൊരു നിലപാട് കർത്താവ് നിരോധിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ മനസ്സിൽ പാപത്തോട് കൂടിപ്പണഞ്ഞൊരു ജീവിതം നയിച്ചത് ഫലമായി ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ അജഗണങ്ങൾ പാപത്തിലേക്ക് വീണുപോയ സാഹചര്യങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. ഒരപ്പനൊരമ്മ എന്ന നിലയിൽ ഞങ്ങൾ പാപത്തോട് കൂടിപ്പണഞ്ഞ ഒരു പ്രത്യേക മെന്റാലിറ്റി വെച്ച് പുലർത്തിയപ്പോൾ ഞങ്ങളുടെ മക്കൾ പാപവും പുണ്യവും തമ്മിൽ വ്യത്യാസം കാണാതെ ഈ ലോക ജീവിതത്തിൽ പാപത്തിൽ വീണുപോയ ആ സാഹചര്യത്തെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുകയാണ്. കർത്താവേ, ഒരു ഉത്തരവാദിത്തപ്പെട്ട സഭാ നേതാവ് എന്ന നിലയിൽ, ഒരു ഉത്തരവാദിത്തപ്പെട്ട സഭയുടെ പ്രബോധകൻ എന്ന നിലയിൽ പാപത്തോട് കൂടിപ്പണഞ്ഞൊരു മനസ്സ് വെച്ച് പുലർത്തിയതിന്റെ ഫലമായി ഏൽപ്പിക്കപ്പെട്ട ആചരണങ്ങൾ പാപമായാലും കുഴപ്പമില്ല, പുണ്യമായാലും കുഴപ്പമില്ല, ഇവിടെ എങ്ങനെയാലും ജീവിച്ചാൽ മതി, വിജയകരമായി ജീവിച്ചാൽ മതി എന്ന നാശകരമായ ചിന്തയിലേക്ക് പോയതിനെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുകയാണ്. ഈ നിമിഷം പാപത്തെയും പുണ്യത്തെയും വേർതിരിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എസെക്കിയേലിന്റെ പുസ്തകം 23-ാം അധ്യായം, അതിൽ 13-ാമത്തെ തിരുലിഖിതം. നിന്നെ വിശുദ്ധീകരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, എന്നാൽ നിന്റെ മലിനതകളിൽ നിന്ന് നീ ശുദ്ധയായില്ല. എൻ്റെ ക്രോധം നിന്റെ മേൽ പ്രയോഗിച്ച് തുടങ്ങുന്നത് വരെ ഇനി നീ ശുദ്ധയാവുകയില്ല. എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ജീവിതത്തിൽ സ്വർഗത്തിന്റെ അത്ഭുത ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കുന്ന സമയമാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ സ്ലീഹന്മാരോട് പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. 2 കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സ്ഥാപനത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും പാപദുരാത്മാക്കളും വിട്ടൊഴിഞ്ഞ് നീങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സ്വർഗത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പാപത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പാപദുരാത്മാക്കളെയും, അന്ധകാര ശക്തികളെയും, പൈശാചിക പീഡകളെയും, രോഗത്തിന്റെ അരൂപികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. അനുതാപരഹിതമായ കഠിന ഹൃദയ നിമിത്തം നിത്യനാശത്തിലേക്ക് പോകുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും അനുതാപത്തിന്റെ മേഖലകളിൽ ഇവർക്ക് വിടുതൽ ലഭിക്കാൻ തക്കവണ്ണം, അനുതാപ കൃപ ലഭിക്കാൻ തക്കവണ്ണം ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളുടെ നിത്യനാശം ആഗ്രഹിച്ച് ദൈവമക്കളെ നിത്യബന്ധനത്തിലാക്കിയിരിക്കുന്ന അരൂപികളെയും സ്വാധീനങ്ങളെയും ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ചന്ദ്രൻ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അരിയുത്തറപ്പള്ളിയിൽ ഒരു ധ്യാനം നടന്നു. ആ ധ്യാനത്തിൽ ഞാനും എൻ്റെ ഭാര്യയും
കൂടി അരിവത്തറ പള്ളിയിൽ സഖികൾ ധ്യാന കേന്ദ്രത്തിന്റെ ഒരു ധ്യാനം കഴിഞ്ഞ ആഴ്ച നടന്നു. സഖി ഇവിടുത്തെ ടീം പോയി അരിവത്തറ പള്ളിയിൽ ധ്യാനിപ്പിച്ചിരുന്നു. 2 മാസമായിട്ട് എൻ്റെ അമ്മ തളർന്നു കിടക്കുകയായിരുന്നു. തളർന്നു കിടക്കുകയായിരുന്നു അമ്മ. ഞങ്ങൾ പല ആശുപത്രിയിലും കൊണ്ട് ചികിത്സ കഴിഞ്ഞതാണ്. ധ്യാനം കഴിഞ്ഞ് അവസാന ദിവസം അച്ഛൻ പറയുണ്ടായി വീട്ടിൽ കിടക്കുന്ന ഒരമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുന്നു. പക്ഷെ ഞങ്ങൾ രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. നോക്കിയേ, അമ്മ ഇവിടെ ഉണ്ടോ? ഇതാ വരുന്നു. 2 മാസം തളർന്ന് വീട്ടിൽ കിടന്നിരുന്ന ആളാണ്. അരുവിത്തറ പള്ളിയിൽ സഖിയുടെ ധ്യാനത്തിൽ കൂടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു വീട്ടിൽ തളർന്ന് കിടന്ന രോഗിയെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. ചെന്നപ്പോൾ ഇതാ എഴുന്നേറ്റ് നടക്കുകയാണ് അമ്മ. ആ അമ്മേനെ അട്ടപ്പാടിക്ക് കൊടുത്തു. ഇതാ നമ്മൾ കാണുന്നു. കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തട്ടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴത്തില്ല ലോകത്തിൽ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴത്തില്ല ലോകത്തിൽ കാലത്തിൽ.